അഭിനയം അറിയാവുന്ന ഒരാൾ. എന്നിട്ടും സിനിമയിൽ താരത്തിളക്കമുള്ള നടനാകാനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിനുണ്ടായില്ല. പ്രഭാകരൻ എന്ന ഈ കലാകാരന്റെ അനുഗ്രഹം കിട്ടിയവരിൽ പലരും പിൽക്കാലത്ത് ചലച്ചിത്ര ആകാശത്തിൽ പ്രഭ പരത്തിയ താരങ്ങളായി. ഇന്ത്യൻ സിനിമയിലെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് ഇദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളാണ്. അങ്ങനെ കന്നഡത്തിൽ നിന്ന് വന്ന ശിവാജി റാവു എന്ന് പറയുന്ന ഒരു ഇന്നത്തെ രജനീകാന്ത് ചേർന്നപ്പോൾ അദ്ദേഹം ശിവാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം ശിവാജി ഗണേശനെ പോലെ തന്നെ അഭിനയിക്കുമായിരുന്നു. ഇങ്ങനെ അഭിനയിച്ച് കണ്ടപ്പോൾ ഞാൻ മെല്ലെ അദ്ദേഹത്തെ വിളിച്ചു, ശിവാജി വാ. എന്താ സാർ, എന്താ കാര്യം? നിൻ്റെ അഭിനയം ഗംഭീരമായിരുന്നു, വളരെ. സാർ താങ്ക് യു സാർ, താങ്ക് യു സാർ. ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു കാര്യമുണ്ട്, അത് ശിവാജി ഗണേശനെ പോലെ തന്നെ ഉണ്ടല്ലോ. സാർ എൻ്റെ ഇഷ്ട നടനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു, ശിവാജി ഗണേശൻ അഭിനയിക്കുന്ന പോലെ ശിവാജി ഗണേശൻ അഭിനയിച്ചാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. നിൻ്റെ ശരീരഘടനയും നിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം വേറെ, അത് വേറെ. നിൻ്റെ മനസ്സിലുള്ള ആ അഭിനയത്തിൻ്റെ ഇത് നിൻ്റെ ശരീരത്തിലൂടെ നീ പ്രകടിപ്പിക്കണം. ആ സ്റ്റൈൽ നീ ഉപേക്ഷിക്കണം. അങ്ങനെ കുറച്ചായി മാറ്റി അദ്ദേഹത്തിൻ്റെ ഫുൾ സ്റ്റൈലിൽ വന്ന് അദ്ദേഹത്തിന് വളരെയധികം എപ്ലോസും അതും ഇതൊക്കെ കിട്ടിയപ്പോൾ നേരെ എൻ്റെ അടുത്ത് വന്നു. സാർ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ മാറിയത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് സാർ. അതൊരു വലിയ പാഠമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വാസ്തവത്തിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറി ഒരു തനി സ്റ്റൈലായി കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെയാണ് രജനീകാന്ത് ഇന്നും പിടിച്ചു നിൽക്കുന്നത്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെയായി പ്രേക്ഷക ലക്ഷങ്ങൾക്ക് പ്രിയങ്കരനായ എത്രയോ സിനിമാ താരങ്ങൾ ഈ മനുഷ്യന്റെ പാഠശാലയിൽ അഭിനയം പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ചിരഞ്ജീവി, ശ്രീനാഥ്, ശ്രീനിവാസൻ, ജോസ്, ശങ്കർ, നാസർ, രാജീവ് തുടങ്ങി സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയവരാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ എല്ലാവരും തന്നെ. ചിരഞ്ജീവി എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. വളരെയധികം നല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. കാരണം എന്താണെന്ന് വെച്ചാൽ, എവിടെ ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ എവിടെ എന്ത് മേക്കപ്പിലുണ്ടെങ്കിലും അദ്ദേഹം ഓടി വരുമായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ ഈ ഫിലിം എക്സ്പോർട്ടൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം. അപ്പോൾ ലാബറട്ടറിയിലൊക്കെ പോകുമ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ സെറ്റിൽ നിന്ന് ഓടി വരുമായിരുന്നു ചിരഞ്ജീവി. സാർ കണ്ടിട്ട് വളരെയായി സാർ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴത്തെ നമ്പർ ഇതാണ്, ഫോൺ നമ്പർ ഇതാണ്, എന്നെ വിളിക്കണം, എന്നെ കാണണം, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അത്രയധികം സിംപ്ലിസിറ്റിയോടുകൂടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. മലയാളത്തിൽ നിന്ന് ശ്രീനിവാസൻ, ശങ്കർ, മഞ്ഞിൽ ഒരിഞ്ഞു പൂക്കൾ മുതൽ തുടങ്ങിയ ശങ്കർ, പിന്നെ ഈയിടെ അന്തരിച്ച ശ്രീനാഥ്, പിന്നെ കൈലാസ് നാഥ്, ഇപ്പോൾ സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കും കൈലാസ് നാഥ് ഒക്കെ അവിടുത്തെയുള്ള വിദ്യാർത്ഥികൾ, എൻ്റെ വിദ്യാർത്ഥികളായിരുന്നു. അഭിനയത്തിൽ ബോഡി മൈൻഡ് ആൻഡ് കൺട്രോൾ വളരെ ആവശ്യമാണ്. മൈൻഡ് ആൻഡ് ബോഡി കൺട്രോൾ. മൈൻഡിന് ശരീരത്തെയും ശരീരത്തിന് മനസ്സിനെയും നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റും. അപ്പോൾ മാത്രമേ നമുക്ക് ശരിക്കുള്ള ഒരു എക്സ്പ്രഷൻ ശരിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് മാനസികമായുള്ള ഒരു നിയന്ത്രണം വളരെ ആവശ്യമാണ്. എന്നും നല്ല സിനിമകളുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ് പ്രഭാകരൻ. ഒരു കാലത്ത് മദ്രാസിലെ ഇദ്ദേഹത്തിന്റെ വാടക വീട് സിനിമാക്കാരുടെ ഇടത്താവളമായിരുന്നു. പൂന ഹൗസ് എന്നാണ് ആ വീട് അറിയപ്പെട്ടിരുന്നത് പോലും. കോടമ്പാക്കത്തിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് വന്നാൽ പെരിയാർ പാത, അവിടെ ഒരു ഫ്ലാറ്റ്, നല്ല സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ്. അന്ന് അതിന് 125 രൂപ വാടകയേ ഉള്ളൂ. ആ കാലത്ത് നല്ല സൗകര്യമുള്ള ഞാൻ മാത്രമായിരുന്നു അവിടെ താമസം. അതുകൊണ്ട് അവിടെ പലരും വന്ന് തൽക്കാലം താമസിക്കുകയും സ്ഥിരതാമസത്തിന് വരികയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ സാബു എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകനുണ്ട്, പണ്ടുകാലത്തുള്ള സിനിമാ പത്രപ്രവർത്തകൻ. അദ്ദേഹം അവിടെ കുറേ ദിവസം താമസിച്ചു സ്ഥിരമായിട്ട്, വളരെയധികം. അദ്ദേഹം അതിനൊരു പേരിട്ടു, പൂന ഹോം. പൂനെയിൽ നിന്ന് വരുന്നവരൊക്കെ അവിടെയാണ്, അതുകൊണ്ട് പൂന ഹോം എന്ന് അതിന് പേരിട്ടു അദ്ദേഹം. അങ്ങനെ അവിടെ അതോടുകൂടി പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പലരും അവിടെ വന്ന് താമസം തുടങ്ങി. KG ജോർജ്, ജോൺ അബ്രഹാം, രാമേന്ദ്ര ബാബു, ഇവരൊക്കെ എവിടെയായിരുന്നു നമ്മുടെ കൂടെ. ഒരു കുടുംബം പോലെ അങ്ങനെ കഴിയായിരുന്നു. വളരെ സന്തോഷകരമായ ഇതായിരുന്നു അത്. അവിടുന്ന് തന്നെ ഡിസ്കഷനും അവിടുന്ന് തന്നെ പല വിധത്തിലുള്ള സ്ക്രിപ്റ്റിങ്ങും എല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു അവരുടെ ഇത്. ഭക്ഷണവും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയായിരുന്നു. വളരെയധികം ഹ്യൂമർ സെൻസുള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺ അബ്രഹാം. വളരെ അദ്ദേഹത്തിൻ്റെ
കഴിവും വാസ്തവം പറഞ്ഞാൽ ആ സംഭാഷണ രീതിയും പല വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള വിവരങ്ങളുമൊക്കെ അവിടെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. രാമേന്ദ്രബാബു അധികം സംസാരിക്കില്ലെങ്കിലും വളരെയധികം ഡെപ്തുള്ള ഒരു വ്യക്തിയായിരുന്നു രാമേന്ദ്രബാബു. കാരണം ധാരാളം വായിക്കുകയായിരുന്നു.